ചങ്ങായിമാരെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുക, നമ്മളൊപ്പം നിൽക്കുക. ഇവിടെ വെക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. കുറേ കഷ്ണങ്ങളൊന്നുമില്ല, കുറച്ച് കഷ്ണങ്ങളായിട്ട് വറുത്തരച്ച ഒരു സാമ്പാറാണ് ഇന്ന് ഇവിടെ വെക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ കുറേ കഷ്ണങ്ങളൊന്നുമില്ല. വെണ്ടക്ക, ഉരുളക്കിഴങ്ങ്, ഒരു പകുതി ഉള്ളി, തക്കാളി, പച്ചമുളക്, പരിപ്പ് ഇതെല്ലാം വെച്ചിട്ടാണ് വറുത്തരച്ചൊരു സാമ്പാർ വെക്കുന്നത്. കുറച്ച് തേങ്ങ, മല്ലി കുറച്ച് എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് നമുക്ക് മല്ലി അധികം മണക്കും. അതുകൊണ്ട് കുറച്ച് മല്ലി, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, സാമ്പാർക്കായം, അങ്ങനെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ ഒഴിക്കാം. കാരണം ഇത് കഴിഞ്ഞെടുക്കുക നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം ഒന്നിച്ചന്നെ ഇട്ട് കൊടുക്കാം. കായം എല്ലാം ഒന്നിച്ചന്നെ. മല്ലിപ്പൊടി വയ്യ വേണ്ടു, കാരണം വെച്ചാൽ അത് കറുത്തു പോകും, കരിമണക്കും. അപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ വറവ് തേങ്ങ വറുത്തതായി. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. പരിപ്പടുപ്പത്ത് വെക്കാം. സാമ്പാറിൻ്റെ പരിപ്പൊന്നും കുക്കറിൽ വെക്കുന്നില്ല, കാരണം വെച്ചാൽ ഓരോ കഷ്ണങ്ങളായിട്ട് കുക്കറിലാവുമ്പോൾ ഒന്നിച്ചല്ലേ ഇടാൻ പറ്റില്ല. അടുപ്പത്താവുമ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇടാം. അപ്പോൾ പരിപ്പിന് ആവശ്യമായ വെള്ളം പറന്ന് പരിപ്പടുപ്പത്ത് വെക്കാം. പരിപ്പ് വന്നാൽ ഇപ്പോൾ പരിപ്പ് അടുപ്പത്ത് വേകാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് വീകുമ്പോൾ മറ്റുള്ള കഷ്ണങ്ങൾ ഇടാം. അപ്പോൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. വറുത്ത തേങ്ങ അരച്ചെടുക്കാം. നല്ലോണം വെന്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുക്കാം. വെണ്ടക്ക വയ്യ മതി കഷ്ണം വെന്താൽ. ഇട്ട് പിന്നെ കുറച്ച് ഉപ്പിടാം. കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിന് അപ്പോൾ അധികം വേണ്ട, കുറച്ച് മതി മുളക്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ പൊടിയാണ്. കുറച്ച് മഞ്ഞൾ പൊടി, അപ്പോൾ നമുക്ക് എല്ലാം വേകുന്നേരം വെക്കാം. പരിപ്പും ഉരുളക്കിഴങ്ങ് കഷ്ണം നല്ലോണം വെന്ത് ഇപ്പോൾ ഒരു വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പുളിവെള്ളം മതി, കാരണം വെച്ചാൽ തക്കാളി ഇട്ടില്ലേ, തക്കാളീൻ്റെ പുളി ഉണ്ടാവും. അപ്പോൾ കുറച്ച് മതി പുളിവെള്ളം. ആവശ്യത്തിന് വേണ്ടിക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഒന്ന് വെണ്ടക്ക വേകാനൊന്ന് അടിച്ച് വെക്കാം. അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ലോണം വെന്ത് ഇതാ വെണ്ടക്കയും എല്ലാം വെന്ത് തേങ്ങ കലക്കിപ്പാര, വറുത്ത തേങ്ങ കലക്കിപ്പാര. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ലൂസാക്കാം. കാരണം വെച്ചാൽ പരിപ്പും ഇതെല്ലാം കൊണ്ട് നല്ല മൊയ്പ്പായിരിക്കും കറി. അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കിയിട്ടാക്കാം. സാമ്പാറിന് ഒന്ന് തുള്ളി പറക്കണം. അങ്ങനെ നമ്മളെ സാമ്പാർ എല്ലായി. അങ്ങനെ സാമ്പാറിന് വറവ് വയ്ക്കണം. നമ്മൾ ചീച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇപ്പോൾ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതി. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി ഇപ്പോൾ വറവിൻ്റെ അകത്തിൻ്റെ സാധനങ്ങളാണ് ചെറിയുള്ളി, ഉലുവ, ചുവന്നമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പം നമുക്കാദ്യം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം.
ചെറിയ ഉലുവി ഇടാം. അതിനൊക്കെ ഇളക്കാം. അത് കഴിഞ്ഞെടുക്കാം. വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇപ്പോൾ ഏകദേശം വായി നമുക്ക് കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ടെടുക്കാം. ഉള്ളിയും ഇതെല്ലാം ചോപ്പടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം കുറച്ച് സാമ്പാർ പൊടി ഇടാം. കുറച്ച് സാമ്പാർ പൊടി ഇട്ട് അപ്പോൾ എല്ലാം ചോന്ന് പറ്റിയിട്ട് സാമ്പാറിൽ കാണാം. നമുക്കിതിനകത്ത് കറിയിൽ പഴം നമ്മൾ സാമ്പാർ റെഡി. അങ്ങനെ എൻ്റെ സാമ്പാറായി. കുറേ കഷ്ണമൊന്നും ഇല്ലെങ്കിലും ചെറിയ കഷ്ണം കൊണ്ടല്ല ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഞാൻ ഇവിടെ വെക്കലുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ സാമ്പാർ. കുറേ കഷ്ണങ്ങളൊന്നുമില്ല, പക്ഷെ കുറച്ച് കഷ്ണങ്ങളെല്ലാം വെച്ചിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. ഇതേപോലെ തന്നെ നിങ്ങളും വീട്ടിൽ വെക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടാകണം. അങ്ങനെ ചോറ് കഴിക്കേണ്ട സമയമായി. കുറച്ച് ചോറ് സാമ്പാർ കുറച്ച് മൊയ്ത്ത് പോയി, നേരത്തെ വെച്ചുകൊണ്ട് കുറച്ച് സാമ്പാർ പരിപ്പ് ഉരുളക്കിഴങ്ങുകൊണ്ട് മൊയ്ത്ത് വന്നി. ഇത് കോട്ടപ്പാരാണ്. കോട്ടപ്പാര് വറവ്, കുറച്ച് വറവ്, പിന്നെ സമ്മന്തി വറവിലിട്ടത്. അതായത് സമ്മന്തി പൊടിച്ചിട്ട് വറവിലിട്ടത് സമ്മന്തി. പപ്പടം, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളൊപ്പം ഉണ്ടാകണം.